Medium and small enterprises, they are being shut down. But here in Kerala, with the support of the government, employment generation is mainly through small and medium enterprises. Kerala is number one. ഇന്ത്യയിൽ ആകെ എടുക്കുമ്പോൾ ചെറുകിട ഇടത്തരം വ്യവസായ സ്ഥാപനങ്ങൾ ആകെ അടച്ചുപൂട്ടുകയാണ്. പക്ഷെ ഇവിടെ കേരളത്തിൽ ഗവൺമെന്റിന്റെ സഹായത്തോടെ ഒട്ടേറെ ആളുകൾ ഈ മേഖലയിൽ പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുകയാണ്. And most important of all, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, India is besieged by the ideology of the Sangh Parivar, the RSS. നമ്മുടെ രാജ്യം RSSന്റെ BJPയുടെ സംഘപരിവാരത്തിന്റെ ആശയത്തിൽ മുഴുകിയിട്ടുണ്ട്. അതിൽ മുങ്ങിക്കിടക്കുകയാണ്. India is besieged by the policies and practice of the Sangh Parivar. ഇന്ത്യ RSSന്റെ സംഘപരിവാരത്തിന്റെ നയങ്ങൾക്ക് കീഴടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. All over India, the minorities are under attack. The Dalits are under attack. The Adivasis are under attack. The poorer sections are under attack. ഇന്ത്യയിൽ ആകെ എടുക്കുമ്പോൾ മതന്യൂനപക്ഷങ്ങൾ, ദളിതർ, ആദിവാസികൾ, പിന്നാക്കക്കാർ എല്ലാവരും ഈ ആക്രമണത്തിന് വിധേയമായി കൊണ്ടിരിക്കുകയാണ്. My dear brothers and sisters, if there is any one state in India which has not seen a single case of communal violence, that is the Kerala, and that is Kerala under the LDA. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഒരു ചെറിയ സംഭവം പോലും, വർഗീയ കലാപത്തിന്റെ ഒരു ചെറിയ ഇൻസിഡന്റ് പോലും റിപ്പോർട്ട് ചെയ്യപ്പെടാത്ത ഒരു സംസ്ഥാനം ഇടതുപക്ഷത്തിന്റെ കീഴിലുള്ള കേരളമാണ് എന്ന അഭിമാനത്തോടെ പറയാം. It is because the LDF is committed to secularism. അത് ഇടതുപക്ഷം ഏറ്റവും ശരിയായ നിലയിൽ മതനിരപേക്ഷ കാഴ്ചപ്പാട് അതിൽ ഉറച്ചു നിൽക്കുന്നത് കൊണ്ടാണ്. Kerala is committed to the rights of every citizen to freedom of religion and conscience. നമ്മുടെ നാട്ടിലെ എല്ലാ മനുഷ്യരുടെയും മതപരമായ സ്വാതന്ത്ര്യത്തിനും വിശ്വാസത്തിനും ആ അവകാശങ്ങൾക്കും വേണ്ടിയാണ് ഇടതുപക്ഷ മുന്നണി നിലകൊള്ളുന്നത്. Kerala is committed to the separation of religion and politics. നമ്മുടെ രാജ്യത്ത്, നമ്മുടെ സംസ്ഥാനത്ത്, കേരളം മതവും രാഷ്ട്രീയവും തമ്മിലുള്ള അതിർവരമ്പുകൾ നിർണ്ണയിക്കുന്നതിന് കൃത്യമായും അത് പ്രതിജ്ഞാബദ്ധമാണ്. Every person has the right, but no politics in that right. എല്ലാ ആളുകൾക്കും അവകാശമുണ്ട്, പക്ഷെ രാഷ്ട്രീയത്തിന് മതപരമായ കാര്യത്തിൽ ഇടപെടാൻ അവകാശമില്ല. That is the core of LDF secularism. അതാണ് നമ്മുടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മതനിരപേക്ഷ കാഴ്ചപ്പാടിന്റെ അടിസ്ഥാന ഘടന എന്ന് പറയുന്നത്. And that is why today Kerala has emerged as an oasis of communal harmony. അതുകൊണ്ട് തന്നെയാണ് കേരളം നമ്മുടെ നാട്ടിലെ, ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട മതനിരപേക്ഷത, മതസൗഹാർദ്ദം നിലനിൽക്കുന്ന നാടായി മാറുന്നത്. In Kerala there is no compromise with any form of communalism, fundamentalism, any use of religion in politics. നമ്മുടെ നാടിന്, കേരളത്തിൽ ഒരു തരത്തിലുള്ള വർഗീയവാദത്തോടും മതമൗലികതാവാദത്തോടും യാതൊരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും ഇല്ലാതെ സന്ധി ചെയ്യാത്ത നിലപാട് സ്വീകരിക്കുകയാണ്. We made promises to the people of Kerala. നമ്മൾ കേരളത്തിലെ ജനങ്ങൾക്ക് വാഗ്ദാനങ്ങൾ നൽകിയിട്ടുണ്ട്. And after 10 years we can say with some pride that we have respected the needs and requirements of the people of Kerala, and to the best of our ability we have implemented all those promises. നമ്മുടെ നാട്ടിലെ ജനങ്ങളുടെ മുമ്പിൽ ഒട്ടേറെ വാഗ്ദാനങ്ങൾ പറഞ്ഞിരുന്നു. 10 കൊല്ലക്കാലത്ത് നമുക്ക് നമ്മുടെ നാട്ടിലെ ജനങ്ങളുടെ പിന്തുണയോടെ നടത്തിയ പ്രവർത്തനങ്ങളിലൂടെ ആ നൽകിയ വാഗ്ദാനങ്ങൾ ആകെ പാലിച്ചതായി നമുക്ക് അഭിമാനത്തോടെ പറയാൻ സാധിക്കും. പറയുന്നതേ ചെയ്യൂ, ചെയ്യുന്നതേ പറയൂ. That is us. അതാണ് നമ്മൾ. That is the LDF. അതാണ് LDF. But some people cannot digest it. പക്ഷെ ചില ആളുകൾക്ക് അത് ദഹിക്കില്ല, മനസ്സിലാവില്ല, തിരിച്ചറിയില്ല. They cannot digest this reality. അവർക്ക് ഈ യാഥാർത്ഥ്യത്തെ ഉൾക്കൊള്ളാനാവില്ല. People who have some digestive problems, they have to have some medicine after the food.
ചില ദഹനത്തിലെ പ്രശ്നമുള്ള ആളുകൾക്ക് ഭക്ഷണത്തിന് ശേഷം കുറച്ച് മരുന്നും കൂടി കൊടുക്കണം. I don't know. I'm not sure what medicine we have to give to the Congress leaders and BJP leaders to digest the reality of Kerala's achievement. കേരളത്തിലെ ഈ നേട്ടങ്ങളെ ദഹിക്കാത്ത കോൺഗ്രസിനും BJPക്ക് എന്ത് മരുന്ന് കൊടുക്കണമെന്ന് എനിക്കറിയില്ല. They talk a lot. അവർ ഒരുപാട് കാര്യങ്ങൾ പറയും, but no action. ഒരു പ്രവൃത്തിയും ചെയ്യില്ല. In the elections, why don't they come to Kerala and tell Kerala what they have done in the states where they have ruled? തെരഞ്ഞെടുപ്പ് കാലത്ത് അവർ കേരളത്തിൽ വന്ന് ചിലത് പറയുന്നു, പക്ഷെ നിങ്ങൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ എന്താണ് ചെയ്തത്? We know very well that Modi ji, wherever he goes, he travels with a Nuna Nirman machine. മോഡി എവിടെ പോകുമ്പോഴും നുണ നിർമ്മാണ മെഷീനും യന്ത്രവുമായിട്ടാണ് പോകാറുള്ളത്. Wherever Modi ji goes, special baggage for Nuna Nirman. എല്ലാ സ്ഥലത്തും ഈ നുണ നിർമ്മാണ സ്ഥാപനവുമായിട്ടാണ് അദ്ദേഹം പോകുന്നത്. He came here to Kerala, talked about Viksit Bharat, Viksit Kerala. കേരളത്തിൽ അദ്ദേഹം പറഞ്ഞു, വികസിത ഭാരതത്തെ കുറിച്ചും വികസിത കേരളത്തെ കുറിച്ചും സംസാരിച്ചു. He talked about A-team is BJP. കേരളത്തിൽ BJPയുടെ നേട്ടങ്ങളെ കുറിച്ച് പറഞ്ഞു. Modi ji, people of India know who is your A-team. മോഡിജി, ഇന്ത്യയിലെ ജനങ്ങൾക്ക് അറിയാം നിങ്ങൾ ആരാണ്. A for Adani, A for Elani, A for Ambani, A for Ambani, A for Ambani, A for Adani, A for Adani, A for Ambani, and A for America. 3A. A Ambani, A Adani, A America. And we know how the resources of this country are handed over to the big business. നമുക്കറിയാം നമ്മുടെ നാടിന്റെ സമ്പത്ത് എങ്ങനെയാണ് ഈ കോർപ്പറേറ്റുകൾക്ക് മോഡി കൈമാറിയത്. Just on one tax concession 20 lakh crore rupees is given. ഒരു നികുതി ഇളവിലൂടെ 20 ലക്ഷം കോടി രൂപയാണ് കൈമാറിയത്. Through Modi ji's spectacles, he cannot see the poor. മോഡിയുടെ കണ്ണാടയിലൂടെ അദ്ദേഹത്തിന് പാവങ്ങളെ കാണാനാവില്ല. He cannot see the single woman, the widow, who works from morning till night for her family, because in Modi ji's budget not a single rupee increase in widow pension. നോക്കൂ, മോഡിക്ക് നമ്മുടെ നാട്ടിലെ സ്ത്രീകളെ കാണാനാവില്ല. രാവിലെ മുതൽ രാത്രി വരെ പണിയെടുക്കുന്ന കുടുംബത്തിന് വേണ്ടി അധ്വാനിക്കുന്ന വിധവകളെ കാണാനാവില്ല. അവർക്ക് വേണ്ടി 1 രൂപ പോലും പെൻഷനിൽ അദ്ദേഹം വർദ്ധിപ്പിച്ചില്ല. And now they have destroyed the Manrega 100 days guarantee. അലനല്ലൂരിലെ സേവന രംഗത്ത് 80 വർഷത്തെ പ്രവർത്തന പരിചയമുള്ള പാലക്കാട് ജില്ലയിലെ ക്ലാസ് 1 സൂപ്പർ ഗ്രേഡ് ബാങ്ക് അലനല്ലൂർ സർവീസ് സഹകരണ ബാങ്ക് എന്നും ജനങ്ങളോടൊപ്പം.